നമസ്കാരം. വിജയ് ഹസാരെ ട്രോഫിയിൽ ഡു ഓർ ഡൈ മാച്ചിൽ കേരളത്തെ കൈവിട്ട സൂപ്പർ താരം സഞ്ജു സാംസണിന് വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ശരിക്കും എന്താണ് സഞ്ജുവിനോട് സംഭവിച്ചത്? ആദ്യ മത്സരത്തിൽ ഗംഭീരമായി കളിച്ച സഞ്ജുവിന് ഇപ്പോൾ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. കരുത്തരായ തമിഴ്നാടിനെതിരെയുള്ള ഇന്നത്തെ പോരാട്ടത്തിൽ അദ്ദേഹമില്ലാതെയാണ് കേരളം കളിക്കാനിറങ്ങിയത്. ക്വാർട്ടർ ഫൈനൽ സാധ്യത നിലനിർത്താൻ കേരളത്തിന് ഈ മത്സരത്തിൽ ജയിച്ചേ മതിയാകുമായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തിന്റെ അവസാനത്തെ മത്സരം കൂടിയാണിത്. കളിച്ച 6 മത്സരങ്ങളിലും ജയിച്ച കർണാടകയാണ് ഗ്രൂപ്പ് എയിൽ തലപ്പത്തുള്ളത്. അവർ ഇതിനോടകം ക്വാർട്ടറിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. രണ്ടാമതായി നിൽക്കുന്നത് കേരളവും. 6 മത്സരങ്ങളിൽ നിന്നും 4 ജയവും 2 തോൽവിയും ഉൾപ്പെടെ 16 പോയിന്റുള്ള കേരളം രണ്ടാമതാണ്. ഇതേ പോയിന്റ് വീതം നേടി ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവരും തൊട്ടു പിന്നാലെ തന്നെയുണ്ടെന്ന് പറയണം. കേരളത്തിനൊപ്പം തന്നെ ഇവരും ക്വാർട്ടറിനായി പോരാടിയിരിക്കുകയാണ് അപ്പോൾ. അതുകൊണ്ട് തന്നെ അവസാനത്തെ 2 റൗണ്ട് മത്സരങ്ങളിലും ഫലമായിരിക്കും അവസാനം ക്വാർട്ടറിലേക്ക് ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കുക. ഇത്തരമൊരു സാഹചര്യത്തിൽ സഞ്ജു കേരള ടീം വിട്ടതാണ് ആരാധകരെ പ്രകോപിപ്പിച്ചത്. വിജയ് ഹസാരയിൽ കേരളത്തിന്റെ അവസാന റൗണ്ട് മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കാതിരുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കാത്തവരാണ് ഇത് പറയുന്നത്. ICC T20 ലോകകപ്പിനായി തിരഞ്ഞെടുത്തിട്ടുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമായ കളിക്കാർ വിജയ് ഹസാരയിൽ 2 മത്സരങ്ങളിൽ കളിച്ചാൽ മതിയെന്നാണ് പുറത്തുനിന്ന് വന്നിട്ടുള്ള നിർദ്ദേശം. ഈ കളികൾ ഏതൊക്കെയെന്ന് താരങ്ങൾക്ക് തീരുമാനിക്കാമായിരുന്നു. ആദ്യത്തെ 4 മത്സരങ്ങളിലും വിട്ടുനിന്ന ശേഷമാണ് 5ാം റൗണ്ടിൽ കേരള ടീമിനോടൊപ്പം സഞ്ജു ചേർന്നത്. ജാർഖണ്ഡുമായിട്ടുള്ള കളിയിൽ ഓപ്പണറായി ഇറങ്ങിയ ശേഷം അദ്ദേഹം 101 റൺസോടെ ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദുർബലരായ പുതുച്ചേരിക്കെതിരെയുള്ള കളിയിൽ സഞ്ജു ഫ്ലോപ്പായി മാറുകയും ചെയ്തു. നേടാനായത് വെറും 11 റൺസ് മാത്രമാണ്. ഇന്ന് തമിഴ്നാടിനെതിരെ കൂടി കളിച്ച അദ്ദേഹം ടീം വിടുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഈ മത്സരത്തിന് കാത്തു നിൽക്കാതെയാണ് സഞ്ജു കേരളത്തോട് ഇപ്പോൾ ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത്. 2 ഇന്നിംഗ്സുകളിൽ നിന്നും 56 എന്ന മികച്ച ശരാശരിയിൽ 112 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. നിർണായക ഘട്ടത്തിൽ കേരള ടീമിനെ കൈവിട്ടതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നേരിടുകയാണ് സഞ്ജു സാംസൺ. കേരളത്തിന് വേണ്ടി അദ്ദേഹം തീർച്ചയായും ഈ മത്സരം കളിക്കണമെന്നായിരുന്നു പലരും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ മത്സരമായിരുന്നു നിർണായകമായി മാറുക എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കും ജ്യോത്സ്യമൊന്നും അറിയില്ലല്ലോ എന്നാണ് സഞ്ജുവിന്റെ ആരാധകർ പറയുന്നത്. സഞ്ജുവിന് ജ്യോത്സ്യം അറിയായിരുന്നുവെങ്കിൽ ഈ കളി കളിച്ചാൽ മതിയായിരുന്നു, ആദ്യത്തെ കളി മാറ്റിവെക്കാമായിരുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെയാണല്ലോ അദ്ദേഹം 2 കളി കളിച്ചത്. ആദ്യത്തെ കളി ഗംഭീരമായി തന്നെയാണ് സഞ്ജു അവസാനിപ്പിച്ചത്. എന്നാൽ രണ്ടാമത്തേതിൽ ചെറിയൊരു ഫ്ലോപ്പായി മാറിയെങ്കിലും സഞ്ജു തന്നെയാണ് ഒന്നാമതായി നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും.